ഹായ് വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, രാധാകൃഷ്ണൻ എലക്ടഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സെക്കൻഡ്, ട്രൈബൽ കമ്മ്യൂണിയൻ. തേർഡ്, ചൈന ഡിഗ്സ് ഇൻ ഓൺ റെയർ എർത്ത് കമാൻഡ്സ് ഗ്ലോബൽ മാർക്കറ്റ്. രാധാകൃഷ്ണൻ എലക്ടഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അതായത് മിസ്റ്റർ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് നമ്മളുടെ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു സെക്കൻഡ് ഹയസ്റ്റ് പൊസിഷൻ ആണ്. എന്തായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്? ഒരു എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിട്ടാണ്, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ന്യൂസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ഈ ന്യൂസിന്റെ കീ ഹൈലൈറ്റ് എന്താന്ന് പറഞ്ഞാൽ CP രാധാകൃഷ്ണൻ അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നു. അദ്ദേഹത്തിന് 17ാമത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് 17ാമത് വൈസ് പ്രസിഡന്റ് ആയിട്ട് എലക്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ആരെയാണ് ഡിഫീറ്റ് ചെയ്തിട്ടാണ് വൈസ് പ്രസിഡന്റ് ആയത്? റിട്ടയർഡ് ആയിട്ടുള്ള ജസ്റ്റിസ് B സുന്ദരേശൻ റെഡ്ഡി. അദ്ദേഹത്തിന്റെ വോട്ട് നോക്കുകയാണെങ്കിൽ 452 ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് B സുന്ദരേശൻ റെഡ്ഡിക്ക് 300 വോട്ട്സ് ആയിരുന്നു. ഇലക്ടറൽ കോളേജ് നോക്കുകയാണെങ്കിൽ 788 എലക്ടേഴ്സ് ആണ് രണ്ട് ഹൗസിലും കൂടെ ഒറിജിനലി ഉള്ളത്. പക്ഷെ നിലവിൽ 781 ആണ്. കാരണം കുറച്ച് സീറ്റ്സ് ഒക്കെ വേക്കന്റ് ആണ്. അതിൽ 767 പേരാണ് അവരുടെ വോട്ട് കാസ്റ്റ് ചെയ്തത്. ഓക്കെ, കീ കോൺസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 63 എന്താണ് പറയുന്നത്? ദർ ഷാൽ ബി എ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 66 വൈസ് പ്രസിഡന്റ് എലക്ഷനെ പറ്റിയിട്ട്. 67 അദ്ദേഹത്തിന്റെ ടേം ഓഫ് ഓഫീസ് ആണ് പറയുന്നത്. അതുപോലെ 69 അദ്ദേഹത്തിന്റെ ഓത്ത് ആണ് പറയുന്നത്. 64, 89 ആർട്ടിക്കിളിൽ പറയുന്നത് വൈസ് പ്രസിഡന്റ് ഈസ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. ആർട്ടിക്കിൾ 65 ആക്ട് ആസ് പ്രസിഡന്റ് ഇൻ ആബ്സെൻസ്. ഓക്കെ, ഇതാണ് വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ എലക്ട് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. അതെന്താണ്? ദ വൈസ് പ്രസിഡന്റ് ഈസ് എലക്ടഡ് ബൈ ഇലക്ടറൽ കോളേജ് മെയ്ഡ് ബൈ മെമ്പേഴ്സ് ഫ്രം ബോത്ത് ഹൗസസ് ഓഫ് ദ പാർലമെന്റ്. ലോക്സഭയിലെ രാജ്യസഭയിലെ മെമ്പേഴ്സ് അവരാണ് വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്. അതുപോലെ എല്ലാ വോട്ടും ഈക്വൽ വാല്യൂ ആയിട്ടാണ് ക്യാരി ചെയ്യുന്നത്. ഈക്വൽ വാല്യൂ ആണ് എല്ലാ വോട്ടിനും നൽകുന്നത്. അതുപോലെ തന്നെ അതായത് വൈസ് പ്രസിഡന്റിനെ എങ്ങനെയാണ്, അതായത് വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്ത് എങ്ങനെയാണ്? അദ്ദേഹം ആ വൈസ് പ്രസിഡന്റ് ഇലക്ഷന്റെ ആ കോട്ട നേടിക്കഴിഞ്ഞാലാണ്. അതായത് ഈ കോട്ട എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ബൈ 2 + 1 ആഡ്. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മളുടെ വൈസ് പ്രസിഡന്റ് എലക്ട് ചെയ്യുന്ന കോട്ട നമ്മൾ തീരുമാനിക്കുന്നത്. ഓക്കെ, അദ്ദേഹം എലക്ട് ആയി എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു എലക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പം ഈ ഒരു കോട്ട അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഇത് വീണ്ടും ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വോട്ട് കിട്ടിയവരുടെ വോട്ട് മുകളിലേക്ക് വോട്ട്, അദ്ദേഹത്തെക്കാട്ടി കൂടുതൽ വോട്ട് ആർക്കാണോ കിട്ടിയത് അവരിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. താഴെ വന്നേക്കുന്ന ആള് ക്യാൻസൽ ചെയ്യും. അതിങ്ങനെ 1-2 റൗണ്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. എപ്പോഴാണോ ആ കോട്ട അച്ചീവ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, എന്താണ് വൈസ് പ്രസിഡന്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയാൽ അദ്ദേഹം ഉറപ്പായിട്ടും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, 35 വയസ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇലക്ട്രൽ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അംഗമായിരിക്കണം, രജിസ്റ്റേർഡ് അംഗമായിരിക്കണം. അതുപോലെ സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഓഫീസും ഹോൾഡ് ചെയ്യുന്ന ആളായിരിക്കാൻ പാടില്ല. എക്സെപ്റ്റ് പൊസിഷൻസ് ലൈക്ക് പ്രസിഡന്റ്, ഗവർണർ ഓർ മിനിസ്റ്റർ. മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 പൊളിറ്റി ഗവർണൻസിലാണ്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു വൈസ് പ്രസിഡന്റ്, ആർട്ടിക്കിൾ 63 to 71, റോൾസ് ആസ് ചെയർപേഴ്സൺ ഓഫ് രാജ്യസഭ, ഇലക്ട്രൽ പ്രോസസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പാർലമെന്ററി ഡെമോക്രസി, കണ്ടംപററി പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ആൻഡ് പൊസിഷൻ ഗവൺമെന്റ് റിലേഷൻസ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക, കമന്റ് ചെയ്യുക ഇതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ന്യൂസ് നോക്കാം. ട്രൈബൽ കമ്മ്യൂണിയൻ ലംഗൂൺ ഫുജ മിഷാവ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ഡാൻസ് ആണ്. ഏത് ട്രൈബിന്റെ? തിവ എന്ന് പറയുന്ന ആസാമിലുള്ള ഒരു ട്രൈബിന്റെ ട്രഡീഷണൽ ഡാൻസ് ഫോം ആണ് ഇത്. ഈ തിവ എന്ന് വെച്ചാൽ എൻലൈറ്റൻഡ് പീപ്പിൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, നാഗാലാൻഡ് ഈ പറഞ്ഞ പ്രദേശങ്ങളിലെ ചില ഏരിയസിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇവര് ഒറിജിനലി ഈ ഒരു ട്രൈബ് ഗ്രൂപ്പിനെ വിളിച്ചിരുന്നത് ലാലൂൺ എന്നാണ്. അതുപോലെ തന്നെ ഇവര് വെസ്റ്റേൺ പാർട്സ് ഓഫ് ദ നാഗൂൺ ഡിസ്ട്രിക്ട്സ് ഓഫ്
ആസാം, ഇതൊക്കെ ഇവരുടെ ഇൻഹാബിറ്റൻസ് ഉണ്ട്. ഈ ഒരു തിവ എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഫോം ഓഫ് അഗ്രികൾച്ചർ ഒക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്. അതായത് ജൂം എന്നാണ് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അതുപോലെ എന്താണ് ഇവര് പല പല റിലീജിയസ് ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസത്തെയും ആദ്യത്തെ ബുധനാഴ്ചയായിരിക്കും ഇവരെന്ത് ഈ ഫെസ്റ്റിവൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ പറയുന്നത് സത്രിയ എന്ന് പറയുന്ന ഡാൻസ് ഫോമിനെ പറ്റിയിട്ടാണ്. ഇപ്പൊ പറഞ്ഞ ന്യൂസിലും എന്താണ് ട്രഡീഷണൽ ഡാൻസ് ഫോമിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ചൈന ഡിഗ്സ് ഇൻ ഓൺ റെയർ എർത്ത് കമാൻഡ്സ് ഗ്ലോബൽ മാർക്കറ്റ്. ഈ ന്യൂസിൽ പറയുന്നത് റെയർ എർത്ത് എലമെന്റ്സിനെ പറ്റിയിട്ടാണ്. അതായത് റെയർ എർത്ത് എലമെന്റ്സ് നമ്മൾ എന്തിനൊക്കെയാണ്, ഇപ്പൊ എനർജി ടെക്നോളജീസ്, ഇലക്ട്രോണിക്സ്, ഡിഫൻസ് ആപ്ലിക്കേഷൻസ് ഒക്കെ എന്താണ് നമ്മൾ റെയർ എർത്ത് എലമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ചൈന റീസെന്റ് ആയിട്ട് കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഈ ന്യൂസിൽ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് റെയർ എർത്ത് എലമെന്റ് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്താ സെറ്റ് ഓഫ് 17 എലമെന്റ്സ്, പീരിയോഡിക് ടേബിളിലെ 17 എലമെന്റ്സിനെയാണ് എന്ത് റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. 17 എലമെന്റ്സ് ഏതൊക്കെയാണ്? 57 മുതൽ 71 വരെയുള്ള ഈ ഒരു എലമെന്റ്സും അതുപോലെ ഈ പറഞ്ഞ 21ഉം 39ഉം ഈ എലമെന്റ്സിനുമാണ് എന്ത് പറയുന്നത്, ആ ഒരു സെറ്റ് ഓഫ് 17 എലമെന്റ്സ് റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് മെറ്റൽസ് ആണ്. അതുപോലെ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ്, സിമിലർ ആണ്. അതൊക്കെ കൊണ്ടാണ് ഇതിനെ എന്താണ് റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ എന്താണ് റെയർ എന്ന് പറയുന്നത്, റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ഇത് എന്താണ് മൈൻ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അതായത് ഒരുപാട് ഹൈ ആയിട്ട് ഇത് അവൈലബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് കോൺസെൻട്രേഷൻ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ ഇതിനെ മൈൻ ചെയ്തെടുക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ഇതിനെ റെയർ എന്ന് വിളിക്കാനായിട്ട് കാരണം. അതുപോലെ തന്നെ എന്താണ് ദീസ് മെറ്റൽസ് ഹാവ് മെനി സിമിലർ പ്രോപ്പർട്ടീസ് ആൻഡ് ദാറ്റ് ഓഫൺ കോസസ് ദം ടു ബി ഫൗണ്ട് ടുഗദർ ഇൻ ജിയോളജിക്കൽ ഡെപ്പോസിറ്റ്. അതുപോലെ എന്താണ് ദേ ആർ ആൾസോ റെഫേർഡ് ടു അസ് റെയർ എർത്ത് ഓക്സൈഡ്സ് എന്നും പറയാറുണ്ട്. കാരണം എന്താണ് ടിപ്പിക്കലി സോൾസ് ആസ് ഓക്സൈഡ് കമ്പോണൻസ്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ റെയർ എർത്ത് എലമെന്റ്സ് ആണെങ്കിലും അതിന്റെ അലോയ്സ് ആണെങ്കിലും എന്താണ് നമ്മൾ പല അതായത് ഡെയിലി യൂസ് ഐറ്റംസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതായത് കമ്പ്യൂട്ടർ മെമ്മറി, DVDs, റീചാർജബിൾ ബാറ്ററീസ്, സെൽഫോൺസ്, കാറ്റലിസ്റ്റ് കൺവേർട്ടേഴ്സ്, മാഗ്നെറ്റ്, ഫ്ലൂറസൻ ലൈറ്റ്നിങ്, അങ്ങനെ പല പല ഐറ്റംസിലും നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്ന പല ഐറ്റംസിലും ഇതിന്റെ റെയർ എർത്ത് എലമെന്റ്സും അതിന്റെ അലോയ്സും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് കാറ്റലിസ്റ്റ് ആയിട്ടും ഫോസ്ഫറസ് ആയിട്ടും പോളിഷിംഗ് കമ്പോണൻസ് ഒക്കെ ആയിട്ടും നമ്മൾ ഈ റെയർ എർത്ത് എലമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ ന്യൂസിന്റെ റിലവൻസിലോട്ട് വരുവാണെങ്കിൽ എന്താണ് ചൈന പുതിയ മെഷേഴ്സ് കൊണ്ടുവന്നു. അതായത് ചൈനയുടെ മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അത് ഒരു ഇന്ററിം റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഈ പറഞ്ഞ റെയർ എർത്തിന്റെ മൈനിങ്, റിഫൈനിങ്, ട്രേഡിംഗ് ഒക്കെ എന്താണ് അത് സെൻട്രലൈസ് കൺട്രോളിലേക്ക് കൊണ്ടുവരുന്ന രീതിക്കുള്ള റൂൾസ് ഒക്കെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ കമ്പനീസിനൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് കോട്ട എന്താണോ അതിനനുസരിച്ച് മാത്രമേ എന്താണ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ റെയർ എർത്തിന്റെ ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ പോലും എന്താണ് ഗവൺമെന്റിന്റെ അപ്രൂവൽ വേണം. അതൊക്കെയാണ് പറയുന്നത്. അതുപോലെ എന്താണ് ബിൽസ് ഓൺ ഇയർലി റെസ്ട്രിക്ഷൻ ഇൻക്ലൂഡിംഗ് ബാൻസ് ഓൺ എക്സ്പോർട്ട് ഓഫ് എക്സ്ട്രാക്ഷൻ ഓർ സെപ്പറേഷൻ ടൂൾസ് ആൻഡ് പ്രോസസിംഗ് ടെക്നോളജി. ചൈന എന്താണ് ഈ ഒരു റെയർ എർത്തിൽ എന്താണ് ഡോമിനൻസ് ആണ്. എങ്ങനെയാണ് അവരുടെ റിസർവ് നോക്കുകയാണെങ്കിൽ ഏകദേശം 50% ഗ്ലോബൽ ഡെപ്പോസിന്റെ 50% ആരാണ് ഹോൾഡ് ചെയ്യുന്നത്, ചൈനയാണ് ഹോൾഡ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 60% ഓഫ് ഗ്ലോബൽ ഔട്ട്പുട്ട് ഇൻ ലാസ്റ്റ് 5 years. റിഫൈനിങ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 92% ഓഫ് ഗ്ലോബൽ ഷെയർ, മേക്കിംഗ് ഇറ്റ് ദ ഹബ് ഓഫ് ദ റെയർ എർത്ത് വാല്യൂ ചെയിൻ. എക്സ്പോർട്ട് നോക്കുകയാണെങ്കിൽ സപ്ലൈസ് അപ്രോക്സിമേറ്റ്ലി 30% ഓഫ് ഗ്ലോബൽ ഡിമാൻഡ് വിത്ത് ജപ്പാൻ ആൻഡ് ദ US ആസ് ടോപ്പ് ബയേഴ്സ്. ഇന്ത്യ ഇമ്പോർട്ട്സ് എന്ത് ഗ്രേറ്റർ ദാൻ 75% ഓഫ് ഇറ്റ്സ് റെയർ എർത്ത് എലമെന്റ്സ് ഫ്രം ചൈന സിൻസ് എന്ന് 2021 മുതൽ. ഓക്കെ, റീസെന്റ് ട്രേഡ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 2025 എന്താണ് ചൈന 7 റെയർ എർത്ത് എലമെന്റ്സിന്റെ എന്താണ് എക്സ്പോർട്ട് എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ എന്താണ് എസ്പെഷ്യലി ദോസ് യൂസ്ഡ് ഇൻ NDFEB മാഗ്നറ്റ്സ്, അതെന്താണ് ഇലക്ട്രിക് വെഹിക്കിൾസ്, വിൻഡ് ടർബൈൻസ്, എയറോസ്പേസ്, സെറാമിക്സ്, ഒപ്റ്റിക്കൽ ആപ്ലിക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതാണ് ചൈന എന്താണ് റീസെന്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ എന്താണ് റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എഡ്ജ് നോക്കുകയാണെങ്കിൽ ചൈന കോൺട്രിബ്യൂട്ട് അപ്രോക്സിമേറ്റ്ലി 30% ഓഫ് ഗ്ലോബൽ റിസർച്ച് പേപ്പേഴ്സ് ഓൺ റെയർ എർത്ത് എലമെന്റ്സ്.
Since 2022, invested approximately $14 billion annually in mineral explorations. Okay, global dependence and strategic concerns നോക്കുകയാണെങ്കിൽ US and India remains highly dependent on Chinese supplies. US-ഉം ഇന്ത്യയൊക്കെ എന്താണ് highly dependent ആണ് എന്ത് ചൈനീസ് സപ്ലൈസിൽ. ആൾട്ടർനേറ്റീവ് സപ്ലൈസ് നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ്? ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്ത്യ, ബട്ട് ലാക്ക് ചൈനാസ് റിഫൈനിങ് ആൻഡ് റിസർച്ച് എക്കോസിസ്റ്റം. ഓക്കെ, സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഡെമോൺസ്ട്രേറ്റ് റിസോഴ്സ് വെപ്പണൈസേഷൻ ആസ് എ ടൂൾ ഓഫ് ജിയോ പൊളിറ്റിക്കൽ ലിവറേജ്. എന്താണ്? റിസോഴ്സ് വെപ്പണൈസേഷൻ ഈ എലമെന്റ്സ് വെച്ചിട്ട്. അതുപോലെ തന്നെ എന്താണ്? ക്രിട്ടിക്കൽ ഫോർ ഇന്ത്യസ് എനർജി ട്രാൻസിഷൻസ്, അതായത് ഇലക്ട്രോണിക് വെഹിക്കിൾസ്, റിന്യൂവബിൾസിലൊക്കെ, ആൻഡ് ഡിഫൻസ് പ്രിപ്പയർഡ്നെസ്സിനൊക്കെ ഇതാണ് ക്രിട്ടിക്കൽ ആണ്. ഹൈലൈറ്റ്സ് ഇന്ത്യസ് നീഡ് ടു ബിൽഡ് ഡൊമസ്റ്റിക് കപ്പാസിറ്റി ഇൻ മൈനിങ്, റിഫൈനിങ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. brings to fore the strategic vulnerability of global supply chains. ഇതാണ് ഈ ന്യൂസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഈ ന്യൂസിന്റെ മെയിൻസ് റിലവൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2-ലും GS പേപ്പർ 3-ലും ആണ്. GS പേപ്പർ 2-ൽ ഇന്റർനാഷണൽ റിലേഷൻസ്, GS പേപ്പർ 3-ൽ എക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റിലൊക്കെയാണ് വരുന്നത്. അതുപോലെ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, റെയർ എർത്ത് എലമെന്റ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുള്ള. അപ്പോൾ ഈ ന്യൂസ് നോക്കുക, ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ.